ശിർക്കിലേക്ക് മനുഷ്യർ പോകാനുള്ള കാരണങ്ങൾ പ്രധാനമായി നമുക്കൊന്ന് വേർതിരിച്ചാൽ, ഒന്ന്, ഞങ്ങൾക്ക് കാസർഗോട്ടേക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചുരുക്കിയാണ് പറയാൻ. ഒന്ന്, മനുഷ്യന്മാരെ അള്ളാഹുവിന്റെ തൗഹീദിൽ നിന്ന് മാറ്റി ശൈത്താൻ ഇഷ്ടപ്പെടുന്ന ശിർക്കിലേക്ക് വരെ കൊണ്ടുപോകാൻ അള്ളാന്റെ കലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റുക, ഖുർആനിൽ നിന്ന് മാറ്റുക. പകരം മാലകൾ, മൗലിദുകൾ, ഹദ്ദാദുകൾ, റാത്തീവുകൾ, പിന്നെ കുറെ പാട്ടുകളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്ന് മനുഷ്യന്മാരോട് പറയും ഇത് മതി, ഇതാണ് ഞമ്മക്ക് നല്ലത്. അപ്പൊ പിന്നെ ഒറ്റ മനുഷ്യൻ ഖുർആൻ നമുക്ക് പോവില്ല. നമ്മൾ എന്താണ് പള്ളിനെ പറ്റി പഠിച്ചത്? അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അള്ളാഹ്ക്കുള്ളതാണ്, അള്ളാഹുവോടൊപ്പം ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇതാണ് പള്ളി അള്ളാഹ്ക്കുള്ളതാ. പള്ളി അള്ളാഹുവിന്റെ കൂടെ വേറെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. നബി തങ്ങളോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. നബിയെ പറയൂ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനിൽ പങ്കു ചേർക്കൂല. നബിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു. എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹിനോടാണ് പ്രാർത്ഥിച്ചത്. 23 കൊല്ലം നബിതങ്ങൾ ജീവിതത്തിന്റെ ഓരോ രാവിലെ മുതൽ രാത്രി കിടക്കുന്നത് വരെ, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ രോഗിനെ സന്ദർശിക്കുമ്പോ, മയ്യത്തിന്റെ അടുത്ത് പോകുമ്പോ അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. വ്യത്യസ്തങ്ങളായ ഖുർആനിലും ഹദീസിലും വന്ന ദുആകൾ മുഴുവൻ അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ പള്ളികളുടെ അകത്ത് വെച്ച് പോലും റബീഉൽ അവ്വൽ വരുമ്പോ പാടുന്ന പാട്ട് ആരെക്കുറിച്ചാ? നമ്മൾ വിചാരിക്കും മദ്ഹല്ലേ, അത് നബിനെ കുറിച്ചല്ലേ. എന്താ പറയണത്? അർത്ഥം അറിയാത്തോണ്ട് നമ്മളിങ്ങനെ പാടിക്കിടക്കുക. അബ്ദുകൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു ഫീക കാദഹസൻതു ظني യാ ബശീറു യാ നദീറു. അർത്ഥം പഠിക്കും. അബ്ദുകൽ മിസ്കീനു യർജു, നബിയേ അങ്ങയുടെ അടിമയായ സാധുവായ ഞാനിതാ വന്നിരിക്കുന്നു. ഞാൻ അള്ളാന്റെ അടിമയല്ല, ഞാൻ നബി നിങ്ങളുടെ അടിമയാണ്. ഞാൻ എന്തിനാ വരുന്നത്? എനിക്ക് ഗഫീർ, പാപങ്ങളൊക്കെ പുറത്തു തരണം നബിയേ. നമ്മൾ എന്താ പറയില്ല? അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ, അള്ളാ പാപങ്ങൾ പുറത്തു തരണേ. അതാണ് ഇസ്ലാമിലുള്ളത്. എന്നാൽ ഈ പാട്ടിലൂടെ പാടുന്ന വ്യക്തി എന്റെ പാപങ്ങളൊക്കെ നബിയെ നിങ്ങൾ പുറത്തു തരണം. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മൈക്ക് കെട്ടി അനൗൺസ്മെന്റ് കെട്ടിയിട്ട് വണ്ടി പോവില്ലേ? നല്ല ദഫും ബാൻഡ് മേളങ്ങൾക്ക് എടുത്ത് പോകുമ്പില്ലേ? അപ്പോഴും പാടുന്നെന്താ? അസ്സലാമു അലൈക യാ മാഹിദ്ദുനൂബി അസ്സലാമു അലൈക യാ ജാലിൽ ഖുറൂബി. പ്രയാസം മാറ്റിത്തരുന്ന നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. പാപങ്ങൾ പുറത്തു തരുന്ന നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. നരകത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കുന്ന നബിയെ നിങ്ങൾക്ക് സലാമുണ്ട്. അതുകൊണ്ടാണ് ഇത് നബി സ്നേഹമല്ല എന്ന് നമ്മൾ പറഞ്ഞത്. നബിതങ്ങൾ പറഞ്ഞ് നബിതങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ലാ തത്റൂനി കമാ തറത്തിൻ നസാറാ ഈസ ഇബ്നു മറിയം. ഈസാ നബിനെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തി പറഞ്ഞ് ദൈവപുത്രനാണ്, സാക്ഷാൽ ദൈവമാണെന്ന് വരെ വാദിച്ചു. നിങ്ങൾ എന്നെ പറ്റി അത്തരത്തിൽ അമിതമായി പ്രശംസിക്കരുത്. ഇത് അമിതല്ലേ? നമ്മൾ പണ്ടൊന്നും കാണാത്ത രൂപത്തിൽ റബീഉൽ അവ്വൽ വരുമ്പോ മീലാദ് ബൾബ്, അവിടെ ക്രിസ്മസ് ബൾബ്, ഇവിടെ മീലാദ് സ്റ്റാർ, അവിടെ ക്രിസ്മസ് സ്റ്റാർ. ബാംഗ്ലൂരിൽ ഒരു നബിദിനാഘോഷത്തിന് പുൽക്കൂട്, മീലാദ് പുൽക്കൂട്. പുറമെ ഉണ്ണി യേശുവിന് പകരം ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കിയിട്ടാണ് റാലി നടത്തിയത്. ഇതിങ്ങനെ ആകെ കയ്യിന്ന് വിട്ട അവസ്ഥയിലേക്ക് പോകുക. പിന്നെ റബീഉൽ അവ്വൽ വന്നപ്പോ നബിനോട് പ്രാർത്ഥിക്കണ അവസ്ഥയ്ക്ക് എത്തി. റബീഉൽ ആഖിർ വന്നാൽ ജീലാനി ദിനാണ്, ജീലാനിന്റെ ആണ്ടാണ്. നബിന്റെ ജന്മദിനം ആഘോഷിക്കും. ജീലാനിയുടെ ജന്മദിനം ആഘോഷിക്കൂല, അത് റമദാനിലാണ്. അത് ആഘോഷിച്ച എന്താ കിട്ടും? ഒരു തുള്ളി ഭക്ഷണം കിട്ടൂല, ഒരു തുള്ളി സർബത്ത് കിട്ടൂല. അതുകൊണ്ട് ജീലാനിക്ക് ജന്മദിനമല്ല, ജീലാനിക്കുള്ളത് റബീഉൽ ആഖിറിൽ മരണദിനാണ്, ആണ്ടാണ്. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് മുഹിയത്തീമാല ഓതണം. മുഹിയത്തീമാല ഉണ്ടായിട്ട് എത്ര കൊല്ലായി? 400 കൊല്ലായിട്ടുള്ളൂ. ഒരു ഇമാം ഷാഫിക്ക് അറിയില്ല, ഇമാം ഹനഫി തങ്ങൾക്ക് അറിയില്ല. ലോകത്ത് ജീവിച്ച മഹാനായ പണ്ഡിതനാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളും പ്രവാചകന്റെ സുന്നത്തുകളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ജീലാൻ എന്ന പട്ടണത്തിന് സമീപമുള്ള നീപ്പ് എന്ന ഗ്രാമത്തിൽ ഹിജ്റ 470 റമദാൻ 1 അദ്ദേഹം ജനിക്കുന്നത്. റമദാൻ 1 ജനിച്ചത്. അത് ആരും ആഘോഷിക്കണില്ല, ജന്മദിനമൊന്നും ആഘോഷിക്കണില്ല. എന്നിട്ട് അദ്ദേഹം തന്റെ നാട്ടിൽ പാവപ്പെട്ട ആ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ദീനിനെ ഹയാത്താക്കി.
ഹിജറ 561 റബീഉൽ ആഖിർ 1-ാം തീയതി രോഗശയ്യയിലായി, വല്ലാതെ പ്രയാസായി. റബീഉൽ ആഖിർ 11 അദ്ദേഹത്തിന് മൂർധന്യാവസ്ഥയിലെത്തി. രാത്രി 2 റക്അത്ത് നമസ്കരിച്ചു, സുന്നത്ത് നമസ്കരിച്ച് അത് കഴിഞ്ഞ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞ് മരിക്കുകയാണ് റബീഉൽ ആഖിർ 11-ാം തീയതി. അതുകൊണ്ടാണ് ഷെയ്ഖിന്റെ പേരിൽ പല നിലക്കുമുള്ള ആഘോഷങ്ങൾ അവിടെ നടക്കുന്നത്. സത്യത്തിൽ മുഹയ്യദ്ദീൻ ഷെയ്ഖ് എഴുതിയ കിതാബിന്റെ പേര് ഫുതൂഹുൽ ഗൈബാണ്, ഫത്ഹുർ റബ്ബാനിയാണ്, ഉഞ്ഞത്തു താലിബീനാണ്. ഇതൊന്നും ആരും വായിച്ചു കൊടുക്കൂല. അതിലൊക്കെ അള്ളാഹിനോട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറഞ്ഞത്. ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. മുഹയ്യദ്ദീൻ ഷെയ്ഖ് മരിച്ചിട്ട് 600-500 കൊല്ലം കഴിഞ്ഞിട്ട് വേറെ എഴുതിണ്ടാക്കി. അതാണ് മുഹയ്യദ്ദീൻ മാല, ഖുത്ബിയ്യത്ത്, ഈ സാധനങ്ങളൊക്കെ. ഇതിലെന്താ ഉള്ളത്? മുഹയ്യദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിക്കാനാ പറയണത്. ഇത് എന്നിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കി. ഈ ഗ്രന്ഥങ്ങൾ, ഷെയ്ഖിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഗ്രന്ഥങ്ങളെല്ലാം ജനങ്ങളോട് ചൊല്ലാനും പാടാനും പറയുന്ന അവസ്ഥ. സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന മനുഷ്യനാണ് കുതുബിയത്ത് ഉണ്ടാക്കുന്നത്. അത് 300 കൊല്ലായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തമിഴ്നാട്ടിലെ കായൽ പട്ടണത്തിൽ ഹിജറ 1040 ജനിക്കണത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതോ, ഹിജറ 560 കാലഘട്ടങ്ങളിൽ മരിച്ച ആളാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖ്. അദ്ദേഹത്തിനെ കുറിച്ച് കിതാബ് കള്ളക്കഥ ഉണ്ടാക്കുന്ന വ്യക്തി എപ്പോഴാ ജനിക്കുന്നത്? ഹിജറ 1040. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ മൂപ്പരെ വകണ്ട് എഴുതി അങ്ങോട്ട് പിടിപ്പിക്കുകയാണ് ഓരോന്ന്. ഈ കുതുബിയത്തിന്റെ കർത്താവ് സദഖത്തുല്ലാഹിൽ കാഹിരിയാണ്, തമിഴ്നാട്ടുകാരനാണ്. ഇദ്ദേഹം ഉണ്ടാക്കിയ കുതുബിയത്തിന്റെ പഴക്കം 300 കൊല്ലത്തെ പഴക്കമുള്ളൂ. മുഹയ്യദ്ദീൻ മാല ഉണ്ടാക്കിയ വ്യക്തി 400 വർഷം മുമ്പ് ഖാദി മുഹമ്മദ് എന്ന പേരുള്ള നമ്മളെ കാസർഗോഡിന്റെ അപ്പുറത്ത് കോഴിക്കോടുള്ള മനുഷ്യൻ ഉണ്ടാക്കിയ ഗ്രന്ഥമാണ് ഈ മുഹയ്യദ്ദീൻ മാല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും, അതൊരു പുസ്തകല്ലേ, അതിപ്പോ എന്താ കുഴപ്പമുള്ളത് എന്ന് ചോദിക്കും. എന്നാൽ പറയുന്നത് എന്താ? മൊഴിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. തെറ്റുകൂടാതെ മുഹയ്യദ്ദീൻ മാല ഓതിയ സ്വർഗം കിട്ടുന്ന പഠിപ്പിക്കണത്. ഖുർആന് തെറ്റുകൂടാതെ ഓതിയ സ്വർഗം തരാന്ന് പറഞ്ഞിട്ടില്ല. അതിനേക്കാൾ പോരിശയാണ്. എന്നിട്ട് ഇത് റബീഉൽ ആഖിർ മാസം വന്നാൽ അവിടെ ഇരുന്ന് ചൊല്ലിപ്പിക്കുകയാണ്. എന്തിനാ ചൊല്ലണത്? മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ചൊല്ലിക്കൊണ്ടിരിക്കുക. കുതുബിയത്ത് ഉണ്ടാക്കിയ വ്യക്തി 300 കൊല്ലം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞിട്ട്, മരണം കഴിഞ്ഞിട്ട് 1100 വർഷങ്ങൾക്ക് ശേഷം എഴുതി ഉണ്ടാക്കിയ ഈ കുതുബിയത്ത് ഇമാം ഷാഫി തങ്ങൾക്കറിയില്ല, ഹനഫി തങ്ങൾക്കറിയില്ല, മാലിക് ഇമാമിന് അറിയില്ല, ഒരു പണ്ഡിതനും കണ്ടിട്ടില്ല. എന്നാൽ ഇവർ എഴുതി വെച്ച പുസ്തകത്തിൽ പറയാണ്, ഇത് ചൊല്ലണമെങ്കിൽ നിങ്ങൾ ഖുർആൻ ഓതണ പോലെ അല്ല, ഇത് ചെല്ലണമെങ്കിൽ ചില നിബന്ധന ഉണ്ട്. വൃത്തിയുള്ള സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് സുഗന്ധം ഉപയോഗിച്ച് ഹാജത്തിന്റെ 12 റക്അത്ത് നിസ്കാരം നിർവഹിച്ചിട്ട് വേണം കുതുബിയത്ത് തുടങ്ങാൻ. ഖുർആൻ ഓതണമെങ്കിലോ ഒതുണ്ടാക്കുക, കിബിലക്ക് നേരെ ഇരിക്കുക, ബിസ്മില്ലാ പറഞ്ഞിട്ട് തുടങ്ങി നമുക്ക് ഓതാൻ പറ്റും. കുതുബിയത്ത് നടക്കൂല മക്കളെ. അത് ചെല്ലണമെങ്കിൽ ആദ്യം 12 റക്അത്ത് നിസ്കരിച്ചിട്ട് വേണം തുടങ്ങണമെങ്കിൽ. അപ്പൊ ഖുർആനേക്കാൾ പോരിശയാണ്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞാൽ യാ മുഹയ്യദ്ദീനി യാ മുഹയ്യദ്ദീനി ഇങ്ങനെ ചൊല്ലിയിട്ട് ആവർത്തിച്ച് പോരും. അവസാനം കുറച്ചു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആക്കണം. വെറുതെ നടക്കൂല, ലൈറ്റ് ഓഫ് ആക്കണം. ഇരുട്ട് വേണം, ഹൽബത്ത് വേണം. എന്താ ചെയ്യേണ്ടത്? 1000 തവണ ശ്രദ്ധിച്ചു കേട്ടോ. മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ എങ്ങനെയാണ് നടത്തുന്ന കിതാബിൽ പറയാണ്, വിളക്ക് കെടുത്തി എല്ലാവരും ഒന്നിച്ച് 1000 തവണ ഗൗസുൽ അഅ്ളമിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കുക. യാ ശൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉറക്കെ 1000 തവണ വിളിക്കണം. പടച്ചോനെ അല്ലാ റബ്ബേ എന്നൊരു 10 പ്രാവശ്യം വിളിച്ചൂടെ? അതിനേക്കാൾ ഇമ്പോർട്ടന്റ് കൊടുത്ത് വിളിച്ചിട്ട് നല്ല നീയത്തോടുകൂടെ, ഉറക്കം തൂങ്ങാതെ, കളിതമാശകൾ ഒഴിവാക്കി, ദേഹവും വസ്ത്രവും ശുദ്ധിയുള്ളതോടെ, വുളുവോടുകൂടെ, ഖിബിലക്ക് മുന്നിട്ട് മനസാന്നിധ്യത്തോടെ താഴ്മയോടെ വിളിക്കുക. വിളിച്ചാൽ ബഗ്ദാദിൽ നിന്ന് മുഹയ്യദ്ദീൻ ഷെയ്ഖ് വന്നിട്ട് നിങ്ങളുടെ പ്രശ്നം തീർത്തരുന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ മൊത്തം വായിക്കണില്ല, ഈ കിതാബ് മൊത്തം ആ വിഷയമുള്ളത്. ഞാനിങ്ങനെ ഇതിൽ വായിച്ച് നോക്കുമ്പോൾ കണ്ട ചില ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അറിയില്ലേ? നമ്മളിങ്ങനെ കാണുമ്പോൾ പടച്ചോനെ റബ്ബേ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കുറിച്ചിട്ട് പറഞ്ഞ് പാടി എഴുതിയുണ്ടാക്കിയിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ എന്താ വിശ്വസിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് എന്ത് വിശ്വാസമാണോ അതേപോലെയാണ് മുഹയ്യദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് എഴുതിയുണ്ടാക്കിയ വാചകങ്ങളിൽ കൊടുത്തിരിക്കുന്ന വാക്ക്. ചെയ്യും മഴയോടും ഒഴുകുന്ന ആറോടും
പോരും നാഥനാരെ പൊരിച്ചു വെച്ചോവർ. മനസ്സിലായില്ല? എഴുതിയ പുസ്തകത്തിന് മലയാളത്തിൽ അർത്ഥം കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ തിരിയാത്തവർക്ക് വേണ്ടിയിട്ട്. തകർത്തു പെയ്യുന്ന മഴയോടും കൂലം കുത്തി ഒഴുകുന്ന പുഴയോടും ശൈഖ് നിൽക്കാൻ പറഞ്ഞാൽ ഉടൻ നിൽക്കാറുണ്ട്. ഇപ്പൊ കേരളത്തില് ബന്ദിയോട് നീർച്ചാലില് മഴ വേണ്ടാന്ന് മൊഹീദ്ദീൻ ശൈഖ് പറഞ്ഞാൽ മതി, ഈ ഭാഗത്തൊന്നും മഴ പെയ്യൂല. നിങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? മഴ എവിടെ പെയ്യണം? അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ് യുനസ്സിലുൽ ഗൈസ്. മഴ എവിടെയാണ് പെയ്യുക, എവിടെയാണ് പെയ്യുക, എന്നാണ് പെയ്യുക എന്നൊക്കെ ഉള്ളത് അല്ലാഹ്ക്കേ അറിയുള്ളൂ. ഇവിടെ അതൊക്കെ നിർത്തേണ്ടതും അതൊക്കെ ചെയ്യാനും ഒക്കെ ശൈഖിന് അറിയാമെന്നാണ് ഈ കിതാബിലൂടെ, ഈ മാലയിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ആരും ഒന്നും പേടിക്കണ്ട, മുഹ്യിദ്ദീൻ ശൈഖിന്റെ കാവലുണ്ടാകും. എൻ്റെ മുരീദുകൾ എവിടെ പോയാലും ഒരു പേടിയും പേടിക്കണ്ട, ഞാൻ രക്ഷപ്പെടുത്തുന്ന. എൻ്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചെന്നോവർ. നരകത്തിൽ നിന്റെ മുരീദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ത്വരീഖത്തിലാണെങ്കിൽ ഒരൊറ്റ കുട്ടി നരകത്തിലുണ്ടാകൂല എന്ന് നരകത്തിന്റെ മലക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നബി എന്താ പറഞ്ഞറിയോ? എൻ്റെ ഉമ്മത്തിൽ നിന്ന് 1000 ആളെ വിചാരണക്ക് വെച്ചാൽ ഒരാളെ സ്വർഗത്തിലുണ്ടാവുള്ളൂ, ബാക്കി നരകത്തിലായിരിക്കും. അത്രക്ക് നബി തങ്ങളുടെ ഉമ്മത്തിനെ പറ്റി പറഞ്ഞു. ശൈഖിന്റെ ത്വരീഖത്തിൽ പെട്ടവര് ഒരു മനുഷ്യന് നരകത്തിലുണ്ടാവില്ല. ഇങ്ങനെ ജനങ്ങളോട് പാടി പറഞ്ഞു കൊടുക്കുന്ന ഒട്ടനേകം കള്ളക്കഥകൾ എഴുതി വെച്ചിരിക്കുന്നത് പള്ളിയിൽ നിന്ന് പാടിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, ശൈഖിന്റെ പേരിൽ ഫുതൂഹുർ റബ്ബാനിയ എന്ന് പറയുന്ന ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അറബിയിലാ. അതിലെന്താ പറയണത്? ഭൂമിയിൽ എത്ര ചെടികളുണ്ട് എന്ന് എനിക്കറിയാം. ഭൂമിയിൽ എത്ര ചെടി ഉണ്ട് എന്ന് മുഹ്യിദ്ദീൻ ശൈഖിന് അറിയാമെന്ന്. ഭൂമിയിൽ എത്ര മണൽ തരി ഉണ്ടെന്ന് എനിക്കറിയാം. അള്ളാഹുവിന്റെ അക്ഷരങ്ങൾ, അള്ളാഹുവിന്റെ ഇൽമിന്റെ അക്ഷരങ്ങൾ എത്ര ഉണ്ടെന്ന് എനിക്കറിയാം. സമുദ്രത്തിൽ എത്ര തിരമാലുണ്ട് എന്ന് എനിക്കറിയാം. മുഹ്യിദ്ദീൻ ശൈഖ് പറയില്ല. ശൈഖിന്റെ പേരിൽ കള്ളക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യന്മാരാണ് ഇത് പറഞ്ഞ് പാടി നടക്കുന്നത്. പിന്നെ റബീഉൽ ആഖിർ വന്ന്, റബീഉൽ ആഖിർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് റിഫായി ശൈഖിന്റെ റാത്തീബ് നടക്കാണ്. അത് ഇങ്ങനൊന്നും ലൈറ്റ് ഓഫ് ആക്കിയിട്ടൊന്നും കാര്യമില്ല. അത് വന്ന് നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് കത്തിയൊക്കെ എടുത്തിട്ട് മേത്തങ്ങോട്ട് കുത്തി മുറിയാക്കിയിട്ട് ചോര ഒഴുകിയിട്ട് വേണം മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? കുത്തറാത്തീബ് എന്നാണ് അതിന്റെ പേരെന്നെ. റിഫായി ശൈഖ് വരാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. യാ ശൈഖ് അഹ്മദുൽ കബീർ റിഫായി എന്ന് വിളിച്ചിട്ടാണ് കത്തിയിരുന്ന് കുത്തുക. സാധാരണക്കാർ പോയി ചെയ്യാൻ നിൽക്കരുത്. അത് ഓലതായ തട്ടിപ്പ് തരികട അറിയണവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് റിഫായി റാത്തീബിന്റെ കോലം. എന്തിനേറെ ഈ അടുത്ത് മരിച്ച സിറ്റലി മേത്തൽ അബൂബക്കർ എന്ന CM മടവൂരിനെ കുറിച്ച് പറഞ്ഞ പാട്ടിനിടയിൽ എന്ത് പറഞ്ഞില്ലേ? ഉങ്ങളെ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ. ഞങ്ങൾക്ക് നിങ്ങളല്ലാതൊരു തുണയും സഹായവും രക്ഷകരും ഇല്ല. ഇങ്ങനെ എഴുതിയുണ്ടാക്കി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്യവും ഗദ്യങ്ങളും അടങ്ങുന്ന ശിർക്കിന്റെ കിതാബുകൾ മാറ്റിവെക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. 2, ശിർക്കിലേക്ക് നമ്മുടെ സാധുക്കളായ മനുഷ്യന്മാരെ നയിക്കുന്ന രണ്ടാമത്തെ സാധ്യതയും കാരണവും ദർഗകളാണ്, മക്കാമുകളാണ്, ജാറങ്ങളാണ്. കാണുമ്പോ നമ്മൾ വിചാരിക്കുക ഒരു ഖബറല്ലേ എന്നാ വിചാരിക്കുക. എന്നാൽ ഖബറിന്റെ രൂപം അങ്ങോട്ട് മാറുകയാണ്. സാധാരണഗതിയിൽ ലോകത്ത്, മുസ്ലിം ലോകത്ത് ഒരാൾ ഖബർ സന്ദർശിക്കുന്നതിനെ പറ്റി എന്താ ഇസ്ലാമിന്റെ വിധി? അയാൾ ശക്തമായ സുന്നത്ത് പാലിക്കേണ്ടവരാണെങ്കിൽ അയാൾ ഖബർ സിയാറത്ത് ചെയ്യും. ഇസ്ലാമിലെ ഖബർ സിയാറത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അത് നമുക്ക് അവിടെ ചെന്നിട്ട് ഖബറിന്റെ അടുത്ത് ചെന്ന് ചെയ്യേണ്ട മര്യാദ പാലിച്ചിന് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ ആ പ്രാർത്ഥന കണ്ട് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ആ ഖബറിന്റെ അടുത്തേക്ക് ചെന്ന് കിബിലക്ക് നേരത്തുനിന്ന് ആ മയ്യത്തിന് വേണ്ടി, പ്രിയപ്പെട്ട ബാപ്പക്ക്, ഉമ്മക്ക്, മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്കെല്ലാം വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയാണ് ഖബർ സിയാറത്ത്. തിരിച്ചു പോരുമ്പോ ഞാനും മരിക്കാനുള്ളതാണ്, ഞാനും ഈ ഖബർക്ക് വരാനുള്ളവനാണ് എന്ന് ചിന്തിക്കാനാണ് ഖബർ സിയാറത്ത്. ഇത് ചെയ്യേണ്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബർ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത വതുദക്കിറുകുമുൽ ആഖിറ. ഇത് പരലോകം ഓർക്കാനും മരണം ഓർക്കാനുമുള്ളതാണ്. മരണം ഓർക്കാനാ, പരലോകം ഓർക്കാനാ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖബർ കെട്ടിപ്പൊക്കരുത്, അതിന് ലൈറ്റിട്ട് അലങ്കരിക്കരുത്.
എടുപ്പുണ്ടാക്കരുത്, ഉത്സവമാക്കി മാറ്റരുത്. എന്റെ വാക്കല്ല, നമ്മുടെ നാട്ടിലെല്ലാവരും പറയും ഞങ്ങളൊക്കെ ഷാഫി ഇമാമിന്റെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഷാഫി ഇമാം പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വെച്ച വാചകം തന്നെ ഞാൻ പറയാം. ഷാഫി ഇമാം പറഞ്ഞത് അൽ ഉമ്മിന്റെ 1-ാമത്തെ വാള്യം 424-ാമത്തെ പേജ് കേൾക്കണം നിങ്ങൾ. ഷാഫി ഇമാം പറയാണ് ഭൂമിയിൽ ഉണ്ടാകുന്ന ഖബറ് ഒരു ചാണ് ഉയർത്തുന്നതാണ് എനിക്കിഷ്ടം. രണ്ടാമതൊരു ചാണുമക്ക് മണ്ണിട്ട് പൊന്തിക്കുന്നത് സാധാരണക്കാരനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും എനിക്കിഷ്ടല്ല, ചെയ്യരുത്. ഖബറുമ്മ എടുപ്പുണ്ടാക്കരുത്, കെട്ടി ഉയർത്തരുത്, കുമ്മായം പൂശരുത്, സിമന്റ് തേക്കരുത്. فإن ذلك يشبه الزينة والخيلاء وليس الموت موضع واحد منهما ولمر قبور المهاجرين والأنصار مجسسا. ലോകത്തെ ഏറ്റവും ഉത്തമന്മാരായ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഖബർ കണ്ടവനാണ് ഞാൻ. ഒരു മുഹാജിറിന്റെയും ഒരു അൻസാറിന്റെയും ഖബർ കുമ്മായമിട്ട് തേച്ചു മിനുക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ വേണ്ടി? ഷാഫി ഇമാമാണ് ഈ പറയുന്നത്. ഇനി വീണ്ടും പറയാ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ തുബ്നൽ ഖുബൂറ ഔ തുജസ്സസ്. നബി തങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇത് സാധാരണക്കാരന്റെ കാര്യമല്ല, ഖബറാണോ അതിന്റെ മര്യാദ. ഏറ്റവും ഷറഫാക്കപ്പെട്ട ഖബർ ഏതാ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കെട്ടിപ്പൊന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ ഉറൂസ് ഉണ്ടോ? അവിടെ ചാരം മൂടുന്നുണ്ടോ? അവിടെ ചന്ദനത്തിലെത്തിക്കുന്നുണ്ടോ? അവിടെ എണ്ണ കൊടുക്കുന്നുണ്ടോ? ഇല്ല. സലാം പറയും, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും, പതുക്കെ നടക്കും. പോലീസുകാരൻ്റെ അവിടെ വല്ലാതെ അവിടെ നിന്ന് കളിക്കുമ്പോൾ ഒരു പുറത്തേക്ക് തട്ടിവിടും. അതിന്റെ മര്യാദക്കുള്ളതേ പറ്റുള്ളൂ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് തന്റെ കൂടെയുള്ളവരൊക്കെ വിളിക്കുന്നുണ്ട്. 5 ദിവസം മുമ്പ്. ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ. അല്ലാഹു തആലയുടെ ശാപമുണ്ട് യഹൂദികൾക്ക്, നസ്രാനികൾക്ക്. കാരണം അവർ അമ്പിയാക്കന്മാരുടെ ഖബർ ആരാധനയുടെ കേന്ദ്രങ്ങളാക്കിയവരാണ്. നബിമാരെ ഖബർ ആരാധിക്കാൻ പാടില്ല. പിന്നെയാണോ ഊരും പേരും അറിയാത്ത ആൾക്കാരുടെ ഇത്? ഖബറിന്റെ ഉള്ളിൽ ആരാന്നറിയാത്തവര്, ഏതാ കോലെന്നറിയാത്തവര്. നബി തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ ഖബറിനെ ആഘോഷ കേന്ദ്രമാക്കല്ല റബ്ബേ, എന്റെ ഖബറിനെ. ഖബറിന് ഉത്സവം, ഉറൂസ്. അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി എന്റെ ഖബറിനെ മാറ്റല്ല അല്ലാ. എന്നിട്ട് നമ്മള് നാട്ടില് ഖബറ് കെട്ടിപ്പൊക്കുക, ഉയർത്തി ഉണ്ടാക്കാം, വരുമാനത്തിന് പൈസ ഇടാൻ വലിയ ഭണ്ഡാരപ്പെട്ടി വെക്കുക. തിരുവനന്തപുരത്ത് ഭീമാപള്ളി ഉമ്മച്ചിന്റെ ഖബറ് 18 കോടിക്ക ലേലം ചെയ്തത്. ഇത് മരക്കച്ചവടമല്ല, ഖബറ് കച്ചവടം. 18 കോടിക്ക ലേലം ചെയ്തത്. ഇസ്ലാമിലെ ഖബർ കച്ചവട സാധനമാണോ? ഓരോ മക്കാമിലും ലക്ഷക്കണക്കിന് രൂപയാണ് ആഴ്ച കൊണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യന്മാരുടെ സമ്പത്ത് കൊള്ളയടിക്കുക, രോഗികൾക്കും പ്രയാസപ്പെടുന്നവരെയും സഹായിക്കേണ്ട പണം പോണത് ഈ മരിച്ചു കിടക്കുന്ന ഖബറുകൾ അതിന്റെ മാഫിയകളുടെ കയ്യിലാ പെട്ടുപോണത്. കൊല്ലത്തിൽ ഒരിക്കലും ഉറൂസ് നടത്തും, ബാക്കി പൈസയൊക്കെ പോക്കറ്റ് അടിച്ച് തിന്ന് നശിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, ഖബറിന്റെ പേര് പറഞ്ഞ്, മഖാമിന്റെ പേര് പറഞ്ഞാണ് ഷിർക്കിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുപോകുന്നത്. കെട്ടിപ്പിടിക്കുന്നു, ഖബറിങ്ങ പോയി കരയുന്നു, സുജൂദ് ചെയ്യുന്നു, ചില ഖബറിങ്ങ തവാഫ് ചെയ്യുന്നു. ഇതൊന്നും പാടില്ലാത്തതാ. എന്നിട്ട് സാധുക്കൾ നമ്മളോട് എന്തിനാ ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത്? പരലോകം ഓർക്കാൻ, മരണം ഓർക്കാൻ. ഇവിടെ എന്തിനാ പോണത്? കടം വീടാൻ, രോഗം മാറാൻ, സന്താനങ്ങളെ കിട്ടാൻ. ഇതിനൊക്കെയാണ് ഖബർ സിയാറത്ത് പറഞ്ഞു പോണത്. ഏർവാടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തമിഴ്നാട്ടില്. അവിടെ ആരെ കൊണ്ടുപോയി കിടത്തണം അറിയോ? മാനസിക രോഗികളെ. സുഖമില്ലാത്ത മാനസിക രോഗികളെ കൊണ്ടുപോയി അവിടെ കിടത്തി ആ ഖബറിനെ കൊണ്ടുപോയി അവരെ കെട്ടിയിട്ടാണ്, ചങ്ങലക്കിടാണ്. എന്നിട്ട് അവിടുന്ന് അസുഖം മാറുന്നു. വർഷങ്ങൾക്ക് മുമ്പ് 22 ആളുകളെ ഒന്ന് ശബ്ദം വെക്കാൻ പോലും കഴിയാത്തത് കൊണ്ട് മാനസിക രോഗികളായ ആ സാധുക്കൾ 22 ആളാണ് കത്തിക്കരിഞ്ഞത് അവിടുന്ന്. ആലോചിക്കുങ്ങള്, ഒരു ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്റെ കുട്ടിനെ കൊണ്ടുപോയി ചങ്ങലക്കിട്ട രോഗം മാറുന്ന വിശ്വസിക്കുന്ന കൗമുണ്ട് നാട്ടില്. എത്രയോ മക്കാമുകളിലേക്ക് മക്കളില്ലാത്തവര് കൊണ്ടുപോയിട്ട് തൊട്ടിൽ കെട്ടി കൊടുക്കാണ്. തൊട്ടിൽ കെട്ടിയാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ചിറ്റടിമേത്തൽ അബൂബക്കർ എന്ന CM മടവൂരിന്റെ ഖബറിന്റെ അടുത്തേക്ക് കുട്ടികൾ ഉണ്ടാകാൻ വരുന്ന ആൾക്കാർ ചിന്തിക്കണം, CM മടവൂര് കല്യാണം കഴിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെ നാട്ടിലേക്ക് കുട്ടികൾ ഉണ്ടാവല്?
ഇത് ചിന്തിക്കാനുള്ള ഒരല്പം തലച്ചോറ് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മത്തിനെ ചൂഷണം ചെയ്യുക. അതുകൊണ്ട് ഖബറുകൾ, മഖാമുകൾ, ദർഗകൾ ശിർക്കിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനെ സൂക്ഷിച്ചോളിയും നമ്മുടെ പരലോകം രക്ഷപ്പെടാൻ. മൂന്നാമത്തേത്, ഓരോ പ്രതിസന്ധികളും വിഷമങ്ങളും വരുമ്പോൾ ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് വ്യക്തികളെ നമ്മൾ ആശ്രയിക്കുന്ന അവസ്ഥയുണ്ട്. ജ്യോത്സ്യന്മാര്, തങ്ങന്മാര്, സിദ്ധന്മാര്, ഇസ്ലാമിക ജ്യോതിഷം എന്നൊക്കെ പറഞ്ഞ് പോകുക. എന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ എഴുതി തരിക, എന്തെങ്കിലും കൊണ്ടുപോയി കുഴിച്ചിടുക, അല്ലെങ്കിൽ വീട് പൊളിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്. ലോകത്ത് ഇന്ന് നടക്കുന്ന ഒരു കാര്യം വേറെ ഒരാൾക്കും അടുത്ത സെക്കൻഡിൽ എന്താ നടക്കാന്ന് പറയാൻ കഴിയില്ല. ഇവിടെ SSLC റിസൾട്ട് പ്രഖ്യാപിച്ചില്ലേ? നിങ്ങൾ എന്തിനാ റിസൾട്ട് വരാൻ കാത്തുന്നത്? ഏതെങ്കിലും ജോത്സ്യനോട് പോയി ചോദിച്ചാൽ പോരേനോ? അങ്ങനെ കാത്തു കണ്ടിരുന്നില്ലല്ലോ. കേരളത്തിന്റെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ 1 മാസം കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്തിനത്ര ബുദ്ധിമുട്ടിയെന്ന് ഏതെങ്കിലും ജോത്സ്യനോട് എന്തോന്ന് പ്രവചിച്ചെന്ന് എത്ര ഇടങ്ങറുണ്ടായിരുന്നു. ആ സാധുക്കൾ അറ്റാക്ക് വരാത്ത ഭാഗ്യം 1 മാസം ഈ പെട്ടി പിടിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത മന്ത്രിയാകും, മുഖ്യമന്ത്രി ആരാകും, 10 ദിവസം നമ്മൾ കുറേ ഇരുന്ന് എല്ലാവരും രാവിലെ നീച്ച് നോക്കാൻ തുടങ്ങിയത് എവിടേക്കാ പോണിച്ചിട്ട്. ഏതെങ്കിലും ജോത്സ്യന്മാർക്ക് ഒന്നിട്ട് പറഞ്ഞൊന്നുകൂടെ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ. എന്താ പറഞ്ഞുതരാത്? അറിയില്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനത്തെ ഒരു വ്യക്തിന്റെ അടുത്ത് പോയിട്ട് ഒരു കാര്യം ചോദിക്കാൻ പോലും പാടില്ല. നമ്മുടെ വീട്ടിലും കുടുംബത്തിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന് പോയിട്ട് ഈ ആദി കേന്ദ്രങ്ങളിൽ പോയിട്ട് ചോദിക്കാൻ പോലും പാടില്ല. ഒരു ജ്യോത്സ്യന്റെ അടുത്ത്, പ്രവചനക്കാരന്റെ അടുത്ത് ഒരാൾ പോയിട്ട് അയാൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് സമ്മതിച്ചാൽ, വിശ്വസിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കിറങ്ങിയ ഖുർആനിൽ അവൻക്ക് വിശ്വാസമില്ലാതായിട്ടുണ്ട്. ആരെങ്കിലും പോയി ജ്യോത്സ്യന്റെ അടുത്ത് ചെന്ന് വല്ലതും ചോദിച്ചാൽ ലം യുഖ്ബൽ ലഹു സ്വലാത്ത് 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. ഇവരടുത്ത് പോയിട്ട് ഇവരെന്താ പറയാ? ഇവര് പോയിട്ട് പറയും, എനിക്ക് വീട്ടിൽ പ്രശ്നമുണ്ടോ, അവന്റെ ഭാര്യ കിടക്കിടക്ക് സുഖമില്ലാതെ ഉണ്ടോ, എൻ്റെ വീടിന്റെ അപ്പുറത്തുള്ള ഫാത്തുമ എന്ന് പറഞ്ഞ കുട്ടിയുണ്ടോ, ആണ്ട് ഓല വീട് വെള്ള കളറാണോ, അതെ, അവളാണ് പ്രശ്നം. എന്താ പ്രശ്നം? അവള് അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു പണി ചെയ്തോ, എൻ്റെ വീടിന്റെ മതിലിന്റെ താഴെ ഞാൻ ഈ തരുന്ന പേപ്പർ കൊണ്ടുപോയിട്ട് രാത്രി കൊണ്ടുപോയി കുഴിച്ചിട്ടോ എൻ്റെ പ്രശ്നം തീരും. അതോടുകൂടി അയൽവാസികൾ തമ്മിൽ എന്നും പിന്നെ പ്രശ്നക്കുണ്ടാവും. പ്രശ്നം തീരല്ല, തുടങ്ങാണ്. ആൾക്കാർ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്യോത്സ്യന്മാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സ്വന്തം കുട്ടിനെ പുഴയിൽ ഒഴുക്കിയ ആൾക്കാരുണ്ട്. സ്വന്തം കുഞ്ഞിനെ പുഴയിൽ കൊണ്ട് ഒഴുക്കിയ ആൾക്കാരുണ്ട്. ജ്യോത്സ്യം നരബലി കഴുത്തറുത്ത ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സ്വന്തം കുഞ്ഞിനെ ജ്യോത്സ്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കഴുത്തറുത്ത് നരബലി നടത്തിയ മനുഷ്യന്മാരുണ്ട്. ഈ വിശ്വാസത്തിൽ നിന്ന് എന്ന് നമ്മൾ തിരിഞ്ഞു നടക്കുന്നു, അന്ന് നമുക്ക് ശിർക്കിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതിന്റെ മാരകമായ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് പരിസരത്ത് ഒരു മനുഷ്യൻ മരിക്കാണ്. മരിച്ചിട്ട് അയാളുടെ ഭാര്യ അയാളെ മറവ് ചെയ്തില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, സ്മെല്ലടിക്കാൻ തുടങ്ങി, കബറടങ്ങണില്ല. കബറടക്കാതെ അവസാനം അയൽവാസികൾക്ക് മണം വന്നപ്പോ ചെന്ന് നോക്കുമ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കാണ്. ഇതുവരെ കുളിപ്പിച്ചിട്ടില്ല, മറവ് ചെയ്തിട്ടില്ല, കഫൻ പുടവയിൽ പൊതിഞ്ഞിട്ടില്ല. അവരുടെ വിശ്വാസം, ഒരു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, രണ്ടാമതും ജീവിക്കും, മരിച്ചാൽ കബറടക്കണ്ട എന്ന വിശ്വാസം അവരോട് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ ജീവിക്കും, തിരിച്ചു വരുമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് കാത്തിരിക്കണ കുടുംബം. കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പെണ്ണ് തന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. അവസാനം ഈ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഈ പെണ്ണ് സമ്മതിക്കണില്ല, പാല് കൊടുക്കൂല. എന്താ ഈ പാല് കൊടുക്കാത്തത്? ഒരു ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, 5 ബാങ്ക് കഴിഞ്ഞിട്ടേ പാല് കൊടുക്കാൻ പറ്റുള്ളൂ. മൂപ്പർക്ക് കുഴപ്പമില്ല, കുട്ടി മരിച്ചാൽ ഉത്തരവാദി ആരാ? അവസാനം വനിതാ കമ്മീഷനും പോലീസും DYSP ഒക്കെ ഇടപെട്ടിട്ടാണ് ആ കുട്ടിക്ക്, മുസ്ലിം കുടുംബമാണ്, എന്നിട്ട് പാല് കൊടുക്കുന്നത്. 5 ബാങ്ക് കഴിയുന്ന 24 മണിക്കൂർ കഴിയണം. ഈ നിലക്ക് ഒരുപാട് കൂടോത്രങ്ങളും സിഹറും ഇതിനനുബന്ധമായ പലതും ചെയ്യുക. 7 മഹാപാപങ്ങളിൽ രണ്ടാമത്തേത് സിഹറാണ്. കൂടോത്രവും മാരണവും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാര് സൂക്ഷിച്ചോളിയും, അതിന്റെ എല്ലാ അംശവും അയാളെ നാശത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. 4-മത്തേത് ഷിർക്കിന്റെ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള മേഖല എന്ന് പറയുന്നത് ശരീരത്തിൽ ഏലസുകളും അതുപോലെ തന്നെ നൂലുകളും തകിടുകളും ഒക്കെയായി കെട്ടി നടക്കുന്ന അവസ്ഥ. ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു. കെട്ടി നടക്കരുത്, ഏലസ് കെട്ടി നടക്കരുത്. അതുകൊണ്ട് രോഗം മാറുമെന്ന വിശ്വാസം വേണ്ട.
എന്റെ പ്രശ്നങ്ങൾ മാറ്റിത്തരുമെന്ന വിശ്വാസം നിനക്ക് വേണ്ട. അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെന്താണെന്ന് പഠിക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹിന്റെ ഖുർആൻ മുറുകെ പിടിക്കാൻ പറഞ്ഞു. തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഇതാ വിട്ടേച്ചു പോവുകയാണ്. മരിക്കണതിന് മുമ്പ് നബി തങ്ങൾ പറയാണ്, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചാ പിഴക്കൂല. കിതാബ് അല്ലാഹി വ സുന്നത റസൂലിഹി, അള്ളാഹിന്റെ കിതാബും നബിന്റെ സുന്നത്തുമാണ്. അത് പഠിക്കണം. അള്ളാഹിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഏത് മേഖലയിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഈ വിഷയമാണ് പഠിക്കേണ്ടത്. ഈ കാര്യത്തിൽ അള്ളാഹ് എന്ത് പഠിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് എന്ത് കാര്യത്തിൽ തർക്കം വന്നാലും, നിങ്ങൾ അഭിപ്രായ വ്യത്യാസം വന്നാലും, അള്ളാഹും റസൂലും എന്താ പഠിപ്പിച്ചത് എന്ന് നിങ്ങൾ നോക്കിയിട്ട് തർക്കം തീർക്കണം. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തുകളും ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് നാളെ മരിച്ച് 6 അടി മണ്ണിലേക്ക്, ഖബറിലേക്ക് നമ്മളെ ഇറക്കി വെച്ചാലും അല്ലാഹു റബ്ബി വ മുഹമ്മദുൻ നബി ഈ ഉത്തരം പറയാൻ നമുക്ക് കഴിയുള്ളൂ.